റിയൽമി എന്ന ബ്രാൻഡിന്റെ റിയൽമി GT7 Pro റേസിംഗ് എഡിഷൻ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി GT7 Pro റേസിംഗ് എഡിഷൻ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റിയൽമി GT7 Pro റേസിംഗ് എഡിഷനിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ മൈക്രോ കോഡ് കേർഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതായത് 4 ഭാഗത്തും ചെറിയ കർവേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ പഞ്ചോൾ ഡിസൈനുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിന് ഇതിൽ വരും. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 5G സപ്പോർട്ടൊക്കെ വരും. പിന്നെ ഈ ഒരു ഫോണിൽ 24GB റാം വരെയും 1TB ഇന്റേണൽ വരെയും വരുന്നതായിരിക്കും. പിന്നെ LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. വോയിസിന്റെ സപ്പോർട്ട് വരും. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള റിയൽമി GT7 Proയിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അത് വരാൻ ചാൻസ് ഇല്ല. അപ്പം ആ ഒരു ഫോണിന്റെ താഴെ വരുന്ന ഒരു വെർഷൻ ആയിരിക്കും ഈ ഒരു വെർഷൻ എന്ന് പറയുന്നത്. പിന്നെ 16 MP സെൽഫി ക്യാമറയും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നോളണം എന്നില്ല. ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസും ആയിരിക്കില്ല. ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ എന്നുള്ളതായിരിക്കും. പിന്നെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നതായിരിക്കും. 6500 mAh ബാറ്ററി ഇതിൽ വന്നേക്കാം. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരും. അതുമാത്രമല്ല 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അപ്പോൾ മികച്ചൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മുമ്പ് റിയൽമി GT7 Pro എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 55,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഫോൺ അതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും വരിക. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ചെയ്തേക്കാം. മിക്കവാറും ആദ്യം ചൈനീസ് മാർക്കറ്റിലൊക്കെ ആയിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം കൺഫേം ആയിട്ടില്ല. പിന്നെ ഈ ഫോൺ എന്ന് ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ചൈനയിൽ ഈ ഫോൺ ഇപ്പോൾ 10ൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചൈനീസ് മാർക്കറ്റിൽ അടുത്ത് തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം പിന്നീട് ഇന്ത്യൻ മാർക്കറ്റിലോട്ടും എത്തിയേക്കാം. എന്തായാലും കൺഫർമേഷൻസ് വന്നിട്ടില്ല. എന്തായാലും റിയൽമിയുടെ GT7 Pro റേസിംഗ് എഡിഷൻ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.